UDF ഗൂഢാലോചന, പ്രതിപക്ഷ ഗൂഢാലോചന ആരോപിച്ച ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി ആ പ്രസ്താവനയിൽ നിന്നും മലക്കം പറഞ്ഞതിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യും. അദ്ദേഹം പറഞ്ഞ കാര്യമാണ് അദ്ദേഹത്തിന് മാറ്റി പറയേണ്ടി വന്നത്. പറഞ്ഞത് എന്താണെന്നെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട്. അതേ അവസരത്തിൽ അദ്ദേഹം പറഞ്ഞതിനെ മുഴുവൻ പിന്തുണച്ച ഒരാളുണ്ട്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആ ഗൂഢാലോചന എന്നുള്ള വാക്ക് ആവർത്തിക്കുകയുണ്ടായി. മന്ത്രിക്ക് പിന്തുണ നൽകിക്കൊണ്ട് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ ആ ഗൂഢാലോചന വാദവും വി ഗോവിന്ദൻ പിൻവലിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. പിൻവലിച്ച് മാപ്പ് പറയാം. നിലമ്പൂരിലെ ജനങ്ങളോട് മാപ്പ് പറയാം. തെറ്റായ മന്ത്രി പറഞ്ഞു, മന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹത്തിന് അങ്ങനെ പറയാമല്ലോ. പറഞ്ഞത് എന്താണെന്ന് നിങ്ങളുടെ കയ്യിലുണ്ട്. പറഞ്ഞത് തിരിഞ്ഞു കയറിയപ്പോഴാണ് അതിൽ നിന്ന് മാറി ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നതിലേക്ക് വന്നത്. അതിനെ പിന്തുണച്ച, ഗൂഢാലോചന വാദത്തെ പിന്തുണച്ച വി ഗോവിന്ദന്റെ പ്രസ്താവന പിൻവലിച്ച് അദ്ദേഹം മാപ്പ് പറയാം. ഇന്നിപ്പോ അത് പോയപ്പോ പന്നിക്കണി പോയി കഴിഞ്ഞപ്പോ ഒരു പുതിയ സാധനമായിട്ട് ഇറങ്ങിയിരിക്കുക. ജമാഅത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടി UDF സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുത്തു. ഇത് വർഗീയ കക്ഷികളുമായിട്ടുള്ള UDFന്റെ ബന്ധത്തെയാണ് ഇത് കാണിക്കുന്നത് എന്നുള്ളൊരു പുതിയ ആരോപണവുമായി സാക്ഷാൽ ഗോവിന്ദൻ പിന്നെയും വന്നിരിക്കുക. എനിക്ക് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാനുള്ളത് ശ്രീ പിണറായി വിജയൻ അടക്കമുള്ള CPM നേതാക്കന്മാരുടെ മുൻകാല പ്രസ്താവനകളാണ് ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ചും വെൽഫെയർ പാർട്ടിയെക്കുറിച്ചും. 2009 അദ്ദേഹം പറഞ്ഞു, മുസ്ലിം സംഘടനകളിൽ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി. ദേശീയ സാർവദേശീയ രംഗത്തേക്ക് ഒക്കെ ജമാഅത്ത് ഇസ്ലാമിക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. അവരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു, അവരുടെ പിന്തുണയെ. പിണറായി വിജയൻ പറഞ്ഞാണ്. ശ്രീ ശ്രീരാമകൃഷ്ണൻ സ്പീക്കറായിരുന്നയാൾ ജമാഅത്ത് പിന്തുണ നേട്ടമുണ്ടാക്കാൻ സഹായിച്ചു. ജമാഅത്ത് ഇസ്ലാമി പിന്തുണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രീ പിണറായി വിജയൻ 2011 ജമാഅത്ത് ഇസ്ലാമിയായി ഉണ്ടായ ചർച്ചയ്ക്ക് ശേഷം അവരുമായിട്ട് ചർച്ച നടത്തി. അതിനുശേഷം വടക്കാഞ്ചേരിയിൽ നടന്ന രാഷ്ട്രീയ വിശദീകരണ സമ്മേളനത്തിൽ പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമിയുമായി മുമ്പും ചർച്ചകൾ നടത്താറുണ്ട്. എന്നെ കാണാൻ അവർ തലയിൽ മുണ്ടിട്ടല്ല വന്നത്, ഒരു രഹസ്യ ചർച്ചയല്ല, അവർ നേരിട്ടാണ് വന്നത്. ഇതിനു മുൻപും ചർച്ച നടത്തിയിട്ടുണ്ട് പിണറായി വിജയൻ. ഇനി അതുപോലെ ശ്രീ പാലോളി മുഹമ്മദ് കുട്ടി, അത് 2011 തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്ന വിഡ്ഢിത്തം ഞങ്ങൾ പറയില്ല. CPMന്റെ നിലപാടുകൾ പ്രശ്നാധിഷ്ഠിതമാണ്. ജമാഅത്ത് ഇസ്ലാമി തീവ്രവാദ സംഘടനയാണെന്നോ അല്ലെന്നോ പറയാൻ തയ്യാറല്ല. CPM അങ്ങനെ മുമ്പ് പറഞ്ഞിട്ടില്ല. സാമ്രാജ്യത്വ വിരുദ്ധത ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇരു കൂട്ടർക്കും ഒരേ നിലപാടാണുള്ളത്. ഇനി വിവാദങ്ങളെക്കുറിച്ച് പിണറായി വിജയൻ പറഞ്ഞത്, ജമാഅത്ത് ഇസ്ലാമി നേതാക്കളുമായി സംസാരിച്ചത് വാസ്തവമാണ്, ചർച്ച നടത്തിയത്. ഇനി അഭിപ്രായം വ്യക്തമാക്കേണ്ടത് അവരാണ്. അവർ ഒരു കൂട്ടം നേതാക്കൾ മാന്യമായി ഞങ്ങളെ വന്ന് കണ്ട് സംസാരിച്ചു. ഒരു കൂട്ടർ വന്ന് സംസാരിച്ചു എന്ന് കേൾക്കുമ്പോഴേക്കും കോൺഗ്രസ് എന്തിനാണ് വേവലാടിപ്പെടുന്നത്? ഇതാണ് ജമാഅത്ത് ഇസ്ലാമിയായിട്ടുള്ള പൂർവ്വകാല ബന്ധം. ഞാൻ 6 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ്. 6 തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഞാൻ മത്സരിച്ച 6 തെരഞ്ഞെടുപ്പിലും ജമാഅത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടി പിന്നീടുണ്ടായി എനിക്കെതിരെയാണ്. കാരണം എന്താ? അവർ LDF സ്ഥാനാർത്ഥിയുടെ കൂടെയായിരുന്നു. അവര് 2019 ശേഷമാണ് ദേശീയ തലത്തിൽ കോൺഗ്രസ് ഭരണം, വർഗീയതയെ തോൽപ്പിക്കുക എന്നുള്ള സ്റ്റാൻഡ് എടുത്ത് ഞങ്ങൾക്ക് പിന്തുണ നൽകിയത്. അപ്പോൾ AKG സെന്ററിൽ ഇരുന്നപ്പോൾ CPMന് പിന്തുണ കൊടുത്തപ്പോൾ അവർ മതേതരവാദിയാണ്. CPMന് പിന്തുണ പിൻവലിച്ച് UDFന് പിന്തുണ കൊടുത്തപ്പോൾ അവർ വർഗീയവാദിയാണ്. ഇതാണ് സ്ഥിരപരിപാടി. ഇനി ജമാഅത്ത് ഇസ്ലാം ഈ വെൽഫെയർ പാർട്ടിയും UDFന് പിന്തുണ കൊടുത്തതിനാണ് CPMന് വിഷമം. അപ്പൊ PDPയുടെ പിന്തുണ കിട്ടിയിട്ടുണ്ടല്ലോ. PDPയുടെ പിന്തുണ ആർക്ക്? CPMന്. ഈ CPM സ്ഥാനാർത്ഥിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അതിന് യാതൊരു പരിഭവവും ഇല്ല, അല്ലേ? എന്താണ് മദനിയെ കുറിച്ച് നേരത്തെ പറഞ്ഞത്? മദനിയെ കുറിച്ച് പറഞ്ഞത് ഇത് ഒരു കോപ്പിയാണ്, PRD ഇറക്കിയ ഒരു കോപ്പിയാണ്. എന്താ പറഞ്ഞത്? ശബരിമല ഉൾപ്പെടെയുള്ള പ്രധാന ആരാധനാലയങ്ങളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. കോയമ്പത്തൂരിലുണ്ടായ സ്ഫോടനവും
തുടർന്നുണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ മദനി ഉൾപ്പെടെയുള്ള പ്രതികളെ തമിഴ്നാട് പോലീസിന് കൈമാറിയ സംസ്ഥാന പോലീസിന്റെ അവസരോചിതവും തന്ത്രപരവുമായ നീക്കങ്ങളിലൂടെ സംഘർഷങ്ങളുടെയും കലാപങ്ങളുടെയും സാഹചര്യങ്ങളെ മുളയിലെ കളയാൻ കഴിഞ്ഞു എന്നത് ചാരിതാർത്ഥ്യജനകമാണ്. മദനിയെ പിടിച്ച്, അതായത് തീവ്രവാദ പ്രവർത്തനം നടത്തിയ മദനിയെ പിടിച്ച് തമിഴ്നാട് പോലീസിന് കൈമാറി എന്ന് PRDയുടെ രേഖയിൽ ഇട്ട സർക്കാരാണ് LDF സർക്കാർ. ഇപ്പോ ആ മദനിയുടെ PDPയുടെ പിന്തുണ സ്വീകരിക്കുന്നതിൽ ഒരു വിഷമവും വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ കൊടുത്ത ഇതിനാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഇരട്ടത്താപ്പ് ഞാൻ എല്ലാം വായിക്കാഞ്ഞിട്ടാണ്. ഇഷ്ടംപോലെ കാര്യങ്ങൾ. ദേശാഭിമാനിയുടെ മുഖ പ്രസംഗം എന്താണ്? LDFനെ പിന്തുണയ്ക്കാനുള്ള ജമായത്ത് ഇസ്ലാമിയുടെ തീരുമാനം ആശാവഹവും ആവേശകരും. ഇത് ദേശാഭിമാനിയുടെ മുഖപ്രസംഗം. എന്നിട്ട് ഓന്തിനെ പോലെ നിറം മാറി വർഗീയ വിരുദ്ധത പറയുന്നത് ഇരട്ടത്താപ്പാണ്. അതൊക്കെ ജനങ്ങൾ തിരിച്ചറിയും. ഞങ്ങൾക്ക് അവർ പിന്തുണ നൽകിയിട്ടുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് അവർ പിന്തുണ നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് അവർ പിന്തുണ നൽകുന്നുണ്ട്. ഞങ്ങളത് സ്വീകരിക്കുന്നു. എന്താ തെറ്റ്? CPMന് സ്വീകരിക്കാം, LDFന് സ്വീകരിക്കാം, UDFന് സ്വീകരിക്കാൻ പാടില്ല. അത് എവിടത്തെ പരിപാടിയാണ്? എന്ത് പരിപാടിയാ? അതൊന്നും ഈ തെരഞ്ഞെടുപ്പില് വിഷയമാക്കി കൊണ്ടുവന്ന് വർഗീയ വിരുദ്ധ നിലപാടിന്റെ കാപട്യം ഞങ്ങളെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കും. ഞാൻ പറയാം.